ഗോവിന്ദൻ ചേട്ടാ ഈ സിനിമകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സിനിമകൾ സെലക്ട് എന്ന് പറഞ്ഞാൽ അത് അന്ന് അതിന്റെ പടം ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ട് രീതി. Production ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കേട്ടാല് ഒരു കഥ കേട്ടാൽ അതിന്റെ ഒരു ആകത്തുക നമുക്കറിയും. പിന്നെ അതിന്റെ ഒരു പിന്നെ പ്രോജക്റ്റ് എത്ര ഉണ്ടാകും നോക്കും. ആ പ്രോജക്റ്റിന് അത്ര കറക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങൾ സിനിമ സെലക്ട് ചെയ്യുന്നത്. കാരണം ഒരു പലതരത്തിൽ ഇന്ന് വളരെ അധികം ആളുകൾ കഥ എഴുതി അതിൻ്റെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. കാരണം അതിലെല്ലാം മുത്തുകൾ ഉണ്ടാവും. നമുക്കിതെല്ലാം വായിച്ച് നോക്കി അവരെഴുതിയ കംപ്ലീറ്റ് നോക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു വിധത്തിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു നല്ലൊരു കഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുത്ത് അവരെ എത്രയോ കഥകൾ അങ്ങനെ എടുത്ത് ഞാൻ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ എൻ്റെ ഓടിയിട്ടില്ലെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു. അതൊരു ഭയങ്കര മനസ്സാണല്ലോ. മനസ്സെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണം ഞാൻ പിന്നെ സിനിമ ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് പല പിന്നെ പ്രത്യാശകളുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ആവേശം അവർക്കുണ്ടാവുമല്ലോ. തീർച്ചയായും ആ ആവേശത്തിന് അപ്പോൾ അതായത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ സിനിമേനെ ആവശ്യപ്പെടുമ്പോൾ ഓരോരുത്തർ സമീപിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിക്ക് ചിലപ്പോൾ എന്നൊരു പോസിറ്റീവായി പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനം അവരോട് തോന്നും. നെഗറ്റീവായിട്ട് പറഞ്ഞ അയ്യോ ഇദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നും. അപ്പോൾ ആ ഫീലിംഗ് എനിക്ക് ഇന്നും ഉണ്ട്. അത് ആ ഫീലിങ്ങിലാണ് ഞാൻ ഇന്ന് അവരൊക്കെ മാക്സിമം സഹകരിക്കുന്നത്. ഒരാളെ കഥ കൊണ്ടുവന്നാൽ എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല. മാക്സിമം നോക്കാം കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് 1 കൊല്ലം 1.5 കൊല്ലം എഴുതിയ കഥയായിരിക്കും. അത് വലിയൊരു കാര്യമാണെന്ന് വെച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അവരെ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് അത് വായിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ അതിൽ സത്തുകൾ ഉണ്ടാവും. വലിയൊരു പടമായിട്ട് മാറ്റാം. പല പുതിയ പടങ്ങൾ ഇപ്പോൾ എത്ര നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുതിയതായി ഈ ഫീൽഡ് വരുന്ന ആൾക്കാരെ ഞാൻ പ്രോത്സാഹനം കൊടുക്കും. അതൊരു നല്ല മനസ്സ് തന്നെ പറഞ്ഞതൊരു സാധനം. അതിനകത്ത് മുത്തുകൾ ഉണ്ടാവും. ആ കഥയ്ക്ക് ആ മുത്തുകളെല്ലാം നമ്മൾ കോർത്താൽ വലിയൊരു മുത്തുമാലയാക്കാം അല്ലേ? അതെ അതെ, അത് തന്നെയാണ് ആ മനസ്സ്. ആ മുത്തുകള് നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ചില സമയം നമുക്ക് സമയം. അത് ഞാൻ എൻ്റെ കൃഷ്ണമൂർത്തി എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരോട് വായിച്ചു നോക്കാൻ പറയും. വായിച്ചു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവനും കൂടി സപ്പോർട്ട് ചെയ്താൽ. കാരണം 24 മണിക്കൂറും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് ഞാനത് ചോദിച്ചു വന്നപ്പോഴാ. എല്ലാ മേഖലയിലും ഒത്തിരി ബിസിനസ് ഉണ്ട്. അതെ അതെ, അതായത് മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു കാര്യം. അതെ, എല്ലാ മേഖലയും എല്ലാ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഒന്നും ഇല്ലാത്തില്ല. സിനിമയിലേക്ക് വരുമ്പം കൃഷ്ണമൂർത്തി ചേട്ടനാണ്. അതെ, അങ്ങനെ ഓരോരുത്തരും 1 or 2 ആൾക്കാർ, പ്രത്യേകിച്ചും കൃഷ്ണമൂർത്തിയാണ് അതിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ കൂടെ വന്നത്. അപ്പം എൻ്റെ മുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണമൂർത്തി ഇപ്പം കുറച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തിക്ക് ഞാൻ അല്ല, നമ്മളൊക്കെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആദ്യം വിളിക്കുന്നത് കൃഷ്ണമൂർത്തി ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം ആ സിനിമ ഏതാണ്, നമുക്ക് അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തെ വിളിച്ചാൽ അറിയാം. അവൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് തരും. ഞാൻ അത് അവൻ സെലക്ട് ചെയ്താലും ഞാൻ നോക്കിയിട്ട് അത് നമുക്കെല്ലാം കാര്യം ശരിയാണെങ്കിൽ ഓക്കെ പറയും. അങ്ങനെയാണ് ഓരോ സിനിമകൾ എടുക്കുന്നത്. ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000 പേര് ഒരു ജോലിക്ക് വരുമ്പോൾ അത് പിന്നെ ആദ്യം അതിൻ്റെ ഓണർക്ക് നോക്കാൻ പറ്റില്ല. അത് സെലക്ട് ചെയ്തുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. എക്സാം അങ്ങനെയാണല്ലോ, അതിൽ എത്ര മാർക്ക് ഉണ്ട് നോക്കിയിട്ടാണല്ലോ അവനെ പാസ്സാക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ്. അതേമാതിരി ഈ കാര്യത്തിൽ ഒരു സെലക്ഷന് വേണ്ടി ഒരു വിശ്വാസത ആണല്ലോ നമുക്ക്. അതെ, നമുക്കൊരു വിശ്വാസം വിശ്വാസം വേണം. അവനതിന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് കണ്ടല്ലേ എടുക്കാൻ പറ്റും. ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് വീട് കെട്ടുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുമ്പോൾ അതിന് ആ ബിൽഡിംഗ് നല്ല രീതിയിൽ കെട്ടി അവൻ നല്ല രീതിയിൽ ആ ബിൽഡിംഗ് കെട്ടി തീർക്കാനുള്ള കഴിവുള്ള എഞ്ചിനീയർക്കല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സിനിമ പ്രൊഡക്ഷനിലേക്കാണ് നമ്മൾ. സിനിമ അന്യ സംസ്ഥാന സിനിമകൾ എടുക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇന്ത്യൻ സിനിമ ഇപ്പം തന്നെ ഇന്ത്യയിൽ ഞാൻ സിനിമ എടുക്കാൻ പോവാണ്, മനസ്സിലായില്ല. അത് നോർത്ത് ഇന്ത്യയിലെ കുറെ ആൾക്കാർക്കുള്ള ഒരു സപ്പോർട്ട് കൂടി നമ്മളെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു IAS കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞങ്ങൾ ഹിന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിജയ് വെച്ചൊരു സിനിമ ചെയ്യാൻ? അല്ലല്ല, അതല്ല, ഇത് വേറെ. വിജയ് വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. വിജയ് തമിഴില് ഒരു സിനിമ, വലിയ സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാൻ. അത് പ്ലാൻ ഉണ്ട്. അങ്ങനെ പ്ലാനിങ് ഇല്ലേ?
ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം എന്നല്ല, അത് സമയം വരുമ്പോൾ. കാരണം വിജയൻ്റെ ഒരു സിനിമ എടുക്കുന്നത് സാധാരണ ഒരു ചെറിയ സിനിമ എടുക്കാൻ പറ്റില്ല. അതെ അതെ ഏതിനും ഒരു പ്രതീക്ഷ നല്ലതാണ്. നമ്മൾ ഇത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതാണ് കാര്യം. അതെ അതെ മനുഷ്യന്, ഞാൻ മനസ്സിലെടുത്തിടത്തോളം, ഒരു മനുഷ്യന് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവൻ്റെ ചിന്ത ശരിയാണെങ്കിൽ അവൻ്റെ നന്മയായ പ്രവർത്തനത്തിൽ കൂടി ഏത് കാര്യം ഓർത്തു കഴിഞ്ഞാലും അവന് വിജയിക്കാൻ സാധിക്കും. ഉറപ്പാണ്. തിന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ ജയിക്കില്ല, അത് തീർച്ചയായും ചെയ്യില്ല. പക്ഷെ നന്മയോടുകൂടി ഒരു അവനാൽ സാധിക്കുന്ന കാര്യം അത് ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, ആ ഒരു പഠനമാണല്ലോ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അല്ലേ? എവിടെ അങ്ങനെയൊന്നും ഞാൻ എത്തിയിട്ടില്ല, പക്ഷെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും യാത്രയാണ്, ഇപ്പോഴും യാത്ര ചെയ്യുകയാണ്. അതിൽ യാത്രയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. നമ്മള് ഒന്നും ഇതുവരെ അനീതിയായിട്ട് ഒരു കാര്യം നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. എല്ലാം സത്യസന്ധമായിട്ടാണ്. അപ്പം സത്യസന്ധമായി ചെയ്യുമ്പോൾ ടാക്സ് ഒക്കെ കാട്ടി അതിൻ്റെ ഇൻകം ടാക്സ് കാര്യങ്ങളും മറ്റൊക്കെ ശരിക്കും കെട്ടി മുന്നോട്ട് വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് വരുമാനത്തിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ സന്തോഷപ്പെടുത്തിയിട്ട് മാത്രമേ എനിക്ക് വേറൊരു ബിസിനസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നോക്കി ചെയ്തിട്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാട് തന്നെയാണ്. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് അത് നടക്കും, പ്രവർത്തിച്ചാൽ നടക്കും. പറഞ്ഞത് അന്യ സംസ്ഥാന സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. അതെ, അപ്പം പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നല്ല ഭീകര പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിവിടെ വിജയിക്കുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചാണ് എടുക്കുന്നത്. അത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി എല്ലാ പരീക്ഷയ്ക്കും 55 മാർക്ക് 90 മാർക്ക് വാങ്ങിക്കുമ്പോൾ ഈ ഇതിൽ 25 പോലെ നമുക്കറിയാലോ. മനസ്സിലായില്ല? അപ്പൊ ആ ഏവറേജ് അവരുടെ ഉണ്ടാവും, ആ കഴിവ് എപ്പോൾ ഉണ്ടാവും. ആ കഴിവുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ അങ്ങനെ എടുക്കാറുള്ളൂ.